പാകിസ്ഥാന് തിരിച്ചടി നൽകിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ 22 മിനിറ്റുകൾ ഭാരതത്തെക്കുറിച്ചുള്ള വലിയൊരു തിരിച്ചറിവാണ്. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഭാരതം ഇനി മറ്റൊരു രാജ്യത്തെക്കാളും പിന്നിലല്ല. വെറും 22 മിനിറ്റിനുള്ളിൽ പാക് ഭീകരർക്കും അവരുടെ സംരക്ഷകർക്കും ശക്തമായ തിരിച്ചടി നൽകി. അത്ഭുതകരമായ അഭിമാനകരമായ നേട്ടങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നിശ്ചയദാർഢ്യം, ധൈര്യം, ശാസ്ത്രം ഇവയുടെ ശക്തി പ്രകടമായിരുന്നു. ഈ 3 കാര്യങ്ങൾ ഒത്തുചേരുമ്പോൾ അസാധ്യമായതുപോലും സാധ്യമാകും എന്ന് നാം എല്ലാവരും കണ്ടു. വെറും 22 മിനിറ്റിനുള്ളിൽ ഇന്ത്യൻ സൈന്യം പാക് ഭീകരർക്കും അവരുടെ സംരക്ഷകർക്കും ശക്തമായ തിരിച്ചടി നൽകി. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരതയുടെ കഥ മാത്രമല്ല, രാജ്യത്തെ ശാസ്ത്രജ്ഞർ, വ്യവസായങ്ങൾ, യുവാക്കൾ ഇവരുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട ആത്മനിർഭർ ഭാരതത്തിന്റെ ഉദാഹരണം കൂടിയാണ്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഉപകരണങ്ങൾ വളരെ വേഗത്തിൽ സായുധ സേന സ്വീകരിച്ചതിൽ തനിക്ക് വളരെയധികം അഭിമാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വെല്ലുവിളികളെ നേരിടുന്നതിനും ദേശീയ സുരക്ഷയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിലും ഡ്രോണുകളുടെ പങ്ക് നിർണായകമാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. യുദ്ധങ്ങളിൽ ഡ്രോണുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശദമാക്കുകയുണ്ടായി. ഭാരതത്തിന്റെ യുദ്ധനയത്തിൽ അവ ഉൾപ്പെടുത്തണമെന്നും വലിയ ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ കഴിയാത്ത വിദൂര പ്രദേശങ്ങളിൽ പോലും ഡ്രോണുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഉത്തർപ്രദേശിലെ ഗൗതം ബുദ്ധ നഗറിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ പോലും ഡ്രോണുകളുടെ വലിയ തോതിലുള്ള ഉപയോഗം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും സൈനിക നടപടികളിൽ അവ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഭാരതം ഇനി മറ്റൊരു രാജ്യത്തെക്കാളും പിന്നിലല്ല. അടുത്ത 10 വർഷത്തിനുള്ളിൽ രാജ്യത്തെ എല്ലാ പ്രധാന സ്ഥാപനങ്ങൾക്കും സുദർശൻ ചക്ര വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ പൂർണ്ണമായ വ്യോമ സുരക്ഷ നൽകുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. സുരക്ഷാ ഭീഷണികളെ നേരിടാൻ ഈ സംവിധാനത്തിൽ ആക്രമണത്തിനും പ്രതിരോധത്തിനുമുള്ള ഘടകങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. സുദർശൻ ചക്ര ഇന്ത്യയുടെ ഭാവി സുരക്ഷയ്ക്ക് ഒരു ഗെയിം ചേഞ്ചറായി മാറും. കേന്ദ്രമന്ത്രിയെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പറയുന്നു. ഇന്ത്യ തദ്ദേശീയമായി ശക്തമായ ഒരു എയ്റോ എഞ്ചിൻ വികസിപ്പിക്കുമെന്നും പദ്ധതിയുടെ തയ്യാറെടുപ്പുകൾ ഏറെക്കുറെ പൂർത്തിയാക്കി എന്നും നിർവഹണം ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആധുനിക യുദ്ധതന്ത്രത്തിൽ ഡ്രോണുകൾ നിർണായകമായി മാറിയിട്ടുണ്ട്. അവയെ ഇന്ത്യയുടെ യുദ്ധനയത്തിൽ ഉൾപ്പെടുത്തുന്നത് അത്യന്താപേക്ഷിതമാണ്. മുൻപ് നിരീക്ഷണത്തിനും രഹസ്യാന്വേഷണത്തിനും മാത്രമായിരുന്നു ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ചില രാജ്യങ്ങൾ യുദ്ധത്തിനായി രൂപകൽപ്പന ചെയ്ത ഡ്രോണുകൾ വികസിപ്പിക്കാൻ തുടങ്ങി. പല രാജ്യങ്ങളും അവരുടെ അതിർത്തി സംഘർഷങ്ങളിൽ ഇവയെ വിന്യസിച്ചിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഉദാഹരണമായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ നിക്ഷേപം നടത്തിയ രാജ്യങ്ങൾ യുദ്ധരംഗത്ത് കാര്യമായ മേൽക്കൈ നേടിയപ്പോൾ മറ്റുള്ളവർ പിന്നോട്ട് പോയി. മുൻപ് ഡ്രോണുകൾ ഇറക്കുമതി ചെയ്യേണ്ടി വന്ന ഇന്ത്യ ഇപ്പോൾ ആഭ്യന്തരമായി അവ രൂപകൽപ്പന ചെയ്യാനും വികസിപ്പിക്കാനും നിർമ്മിക്കാനും തുടങ്ങിയെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മസ്.